അണമുറിയാത്ത ജനപ്രവാഹമാണ് ഈ വിലാപയാത്രയിൽ. ഒരുപക്ഷെ ഹൃദയം കൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളെയും പ്രവർത്തകരെയും നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ വി എസിനെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത നൂറുകണക്കിന് ചെറുപ്പക്കാരും യുവതയും ഇതിൽ അണിചേരുന്നു എന്നുള്ളതും മറ്റൊരു ചരിത്ര സാക്ഷ്യമാണ്. നമുക്കറിയാം, ഒരു 50കളിലും 60കളിലും നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വി എസിനെ അടുത്ത പരിചയം ഉണ്ടാകും. അദ്ദേഹം നടന്ന വഴികൾ അവർ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അവർ നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത പ്രിയ സഖാവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വീകരിക്കുവാനും അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ അണിചേരുവാനും ആയിരങ്ങളാണ് എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. അടുത്ത ഈ വിലാപയാത്ര ഇനി കടക്കാനുള്ളത് പള്ളിപ്പുറത്തേക്കാണ്. കണിയാപുരത്തും കഴക്കൂട്ടത്തും ഒക്കെ തന്നെ ആയിരങ്ങൾ അദ്ദേഹത്തെ കാത്തു നിന്നിരുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ കോമ്പൗണ്ടിൽ നിന്ന് യാത്ര തുടങ്ങിയത് മുതൽ തെരുവോരങ്ങളിലും ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. അദ്ദേഹത്തിന് റെഡ് സല്യൂട്ട് നൽകാൻ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങൾക്ക് ഒരു ആവേശം മാത്രമാണ് അവർക്ക് മനസ്സിലുള്ളത്. വി എസ് ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമായി മാറുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ അനുഭവിച്ച് അറിയുകയാണ്. പൂർവ്വമായി മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. മലയാളി ജനസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു വ്യത്യാസവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിന് ഇരുവശങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചയാണ്. വളരെ ഇഴഞ്ഞു നീങ്ങുന്ന വാഹനവ്യൂഹം. ഇത് ആലപ്പുഴ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങാനുള്ള വിലാപയാത്ര എത്ര മണിക്കൂറുകൾ പിന്നിടും അവിടെ എത്താനെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പള്ളിപ്പുറത്ത് നമ്മുടെ പ്രതിനിധി ആഷ്മി താജ് ഇബ്രാഹിം കൊണ്ട് പള്ളിപ്പുറത്തും ആളുകൾ കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അണയാത്ത ഈ ചന്താരകത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിക്കാൻ പതിനായിരങ്ങൾ അവിടെയും കാത്തു നിൽക്കുന്നുണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അവിടെ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. ആഷ്മി, യഥാർത്ഥത്തിൽ പലയിടങ്ങളിലും കണിയാപുരത്തും കഴക്കൂട്ടത്തും ഒക്കെ കണ്ട അതേ കാഴ്ച ഇവിടെയും ആവർത്തിക്കുകയാണോ? ഉറപ്പായും അസ്കാൻ, കണിയാപുരത്തും കഴക്കൂട്ടത്തും കണ്ട മനുഷ്യ മഹാസാഗരം അതാ ഇവിടെ പള്ളിപ്പുറത്തുമുണ്ട്. ഒരുപക്ഷെ അത്രത്തോളം കഴക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു പ്രധാന കേന്ദ്രമാണ്. ആ പ്രധാന കേന്ദ്രത്തിൽ കണ്ട അത്ര ഒരുപക്ഷെ മനുഷ്യ മഹാസമുദ്രം ഇല്ല എന്ന് പറയാമെങ്കിൽ കൂടി ഇവിടെയും പള്ളിപ്പുറം CRPF ക്യാമ്പിന് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടെ കൂടി നിൽക്കാൻ ഇവിടെ കണ്ണേക്കരളെ VS എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ ഇവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. സ്കേൻ നമ്മൾ കാണുന്ന ദർബാർ ഹാളിൽ നിന്നും ആ വിലാപയാത്ര തുടങ്ങിയത് ഈ സമയം വരെ ഇരു സൈഡിലും ഇവിടെ പള്ളിപ്പുറം അവിടെ കണിയാപുരം കഴിയുന്നത് പള്ളിപ്പുറത്തെ അല്പസമയത്തിനും എത്താൻ പോകുന്നു. പള്ളിപ്പുറം എത്തുന്നവരെ ഇരുഭാഗത്തും ഒരു മനുഷ്യക്കോട്ട എന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വിടവില്ലാത്ത രീതിയിൽ അവിടുന്ന് ഇവിടം വരെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ ചങ്ങല എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. ഇരു സൈഡിലും രണ്ട് സൈഡിലും VS എന്ന നേതാവിനെ ഒരു നോക്ക് കാണാൻ, ഒരു ഇൻക്ലാബ് മുഴക്കാൻ, മുഷ്ടി ചുരുട്ടി ഒരു അഭിവാദ്യം അർപ്പിക്കാൻ, ഒരു കൈ കൊടുന്ന രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ, അങ്ങനെ VSന്റെ ആരാധകർ, VSന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അല്ലെങ്കിൽ VSന്റെ പാർട്ടിക്കാർ, VSന്റെ അനുഭാവികൾ, VSനോട് ഇഷ്ടമുള്ളവർ, ഇത് രാഷ്ട്രീയമൊന്നുമില്ലാത്തവർ, VSനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ നൂറുകണക്കിനായി ഇറങ്ങിയെന്ന കാഴ്ച, അഭൂതപൂർവമായ വലിയ ജനാരവത്തിന്, ജനസഞ്ചയത്തിന്റെ കാഴ്ച. ഈ തെരുവുകൾ ജനസഞ്ചയ മുഖരിതമാകുന്നു. നമ്മൾ കാണുന്ന കാഴ്ച അത് തന്നെയാണ്. ഇത് പുലർച്ചെ 2 മണിയാകുമ്പോഴേക്കും അങ്ങെത്തും എന്നുള്ളതായിരുന്നു പാർട്ടി നേതൃത്വം അറിയിച്ചത്. പക്ഷേ പുലർച്ചെ 2 മണിയാകുമ്പോൾ എന്തായാലും എത്തില്ല എന്ന കാര്യം ഇതിനോടകം തന്നെ ഉറപ്പാകുന്നത്. 2 മണിക്ക് തുടങ്ങിയതാണ്. 2 മണിക്ക് തുടങ്ങി ഇപ്പോ 6 മണിക്കൂർ പിന്നിടുമ്പോൾ സാധാരണഗതിയിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് പോലും 6 മണിക്കൂർ പിന്നിട്ടും ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. VSന് ഈ തലസ്ഥാന നഗരി ഹൃദയം നിറഞ്ഞ് യാത്രയപ്പ് നൽകുകയാണ്. സ്കേൻ VSും തലസ്ഥാന നഗരിയും തമ്മിലുള്ള ബന്ധം അത് വലിയ ആഴത്തിലെ ബന്ധമാണ്. മുഖ്യമന്ത്രി ആയിരിക്കെ, പ്രതിപക്ഷ നേതാവായിരിക്കെ, പാർട്ടി സെക്രട്ടറി ആയിരിക്കെ, LDF കൺവീനർ ആയിരിക്കെ ഒക്കെയൊക്കെയുള്ള വലിയ ബന്ധങ്ങൾ ഈ തെരുവുകളുമായി VSനുണ്ട്. ഈ തെരുവുകളിലെ മനുഷ്യരുമായി VSനുണ്ട്. ഓരോരോ മനുഷ്യരുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരുപാട് മനുഷ്യർ നമ്മളിവിടെ കാണുന്നുണ്ട്. സ്കേൻ നമ്മൾ ഒരുപാട് വികാര നിർഭരമായി കരഞ്ഞുകൊണ്ട് VSനെ കാത്തിരിക്കുന്ന, ഒരുപിടിയും രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഒരുപാട് വൈകാരിക മുഖങ്ങളെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന ഒരുപക്ഷെ വിലാപയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ദർബാർ ഹാളിലും കണ്ടിരുന്നു. സ്കേൻ ഈ പറയുന്ന രീതിയിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, +2, 10ാം ക്ലാസ്, ഡിഗ്രി ഒക്കെ പ്രായത്തിലുള്ള കുട്ടികൾ VSനെ കാണാൻ വേണ്ടി ധാരാളമായി ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവർക്ക് VSനെ പറ്റി നന്നായി അറിയാം. പള്ളിപ്പുറത്ത് നിന്നാണ് ആഷ്മി താജ് ഇബ്രാഹിം സംസാരിക്കുന്നത്. VSനെ പ്രണാമം അർപ്പിക്കാനുള്ള ജനസഞ്ചയം തിങ്ങിക്കൂടുന്ന കാഴ്ചകളാണ് നമ്മൾ